തീർച്ചയായും ഒരുപക്ഷെ നമ്മുടെ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും നാടകീയമായ ദൃശ്യങ്ങളിലൊന്നാണ് ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും വളരെ എക്സൈറ്റഡായി രാഷ്ട്രീയ ആവേശം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ആം ആദ്മി പാർട്ടി അണികളോട് ഇന്ത്യ മുന്നണിയിലെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതും വളരെ ആവേശം തുടിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. തീർച്ചയായും അരവിന്ദ് കെജ്രിവാളിന് പിന്തുണയേറുന്നു എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. ഞാൻ രണ്ടു കാര്യങ്ങളായിട്ടത് വിശദീകരിക്കാം. ഒന്ന്, അത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി കൃത്യമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്പർ ടു, അതിൻ്റെ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ അഥവാ അതിൻ്റെ രാഷ്ട്രീയ സാധ്യതകൾ എന്തൊക്കെയായിരിക്കും. ആദ്യം, അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം സമർത്ഥനായ ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയറാണ്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഖരഗ്പൂർ IIT-യിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യൻ രാഷ്ട്രീയന്ത്രം ഇന്ത്യൻ പൊളിറ്റിക്കൽ മെഷീൻ റിവേഴ്സ് ഗിയറിൽ സഞ്ചരിക്കുന്ന ഒരു കാലത്താണ് ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പൊളിറ്റിക്കൽ മെഷീനെ ശരിയാക്കാൻ വേണ്ടി രംഗത്ത് വരുന്നത്. 2006 റമൺ മാഗ്സസെ അവാർഡ് നേടുന്ന അരവിന്ദ് കെജ്രിവാളിൽ നിന്ന് 2013 ഡൽഹിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്ന അരവിന്ദ് കെജ്രിവാളിലേക്ക് ഒട്ടേറെ ദൂരങ്ങളുണ്ട്. അവിടെയും നാടകീയമായ ഒരു സംഭവ വികാസമുണ്ട്. അത് 2011 നടക്കുന്ന അണ്ണാ ഹസാരെ മൂവ്മെൻറ്റ്. ആ അണ്ണാ ഹസാരെ മൂവ്മെൻറ്റിൻ്റെ രാഷ്ട്രീയമായ ചലനങ്ങൾ, തുടർച്ചയായുള്ള രാഷ്ട്രീയ ചലനങ്ങൾ, അതിൽ അണ്ണാ ഹസാരയ്ക്കൊപ്പം നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാളിന് രാഷ്ട്രീയ മുഖമുണ്ടാവുന്നത്, ഒപ്പം നിൽക്കുന്ന യോഗേന്ദ്ര യാദവും പ്രശാന്ത് ഭൂഷണും അടക്കമുള്ളവർ വിട്ടുപോയിട്ടും ആം ആദ്മി പാർട്ടി എന്ന പാർട്ടിയുടെ ഉദയം. അപ്പോൾ അണ്ണാ ഹസാരെ മൂവ്മെൻറ്റ് എങ്ങനെയാണോ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നൊരു പാർട്ടിയെ സൃഷ്ടിച്ചതും അരവിന്ദ് കെജ്രിവാൾ എന്നൊരു രാഷ്ട്രീയ നേതാവിനെ സൃഷ്ടിച്ചത്, അതുപോലെയാണ് ഏകദേശം 11 വർഷത്തിനു ശേഷം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ED നടപടി അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രതിച്ഛായ ഇരട്ടിയാക്കി മാറ്റിയിരിക്കുന്നു. അഥവാ ഹാഫ് സെഞ്ചുറി അടിക്കാൻ വന്ന ബാറ്റ്സ്മാന് ഡബിൾ സെഞ്ചുറി കൊടുക്കുന്ന ഏറ്റവും മോശമായ ബൗളിംഗ് പെർഫോമൻസ് ആണ് NDയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇതെങ്ങനെയാണ് എന്നുകൂടി ഞാനൊന്ന് വിശദീകരിക്കാം. 4-5 പ്രധാനപ്പെട്ട സ്ട്രാറ്റജികൾ സാധാരണ രീതിയിൽ അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട് നമുക്ക് ആഴത്തിൽ പരിശോധിച്ചാൽ മനസ്സിലാവും. ഒന്ന്, അരവിന്ദ് കെജ്രിവാളിൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജിയെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുക ഒരു പക്ഷേ BJP മൈനസ് RSS അഥവാ BJP മൈനസ് മോദി എന്ന ഒരു ആശയത്തിൽ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുകെട്ടാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ BJP ഒരുപാട് രാഷ്ട്രീയമായ സിമിലാരിറ്റികൾ, സാമ്യതകളുള്ളൊരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. നമ്മളതിനെ മൃദു ഹിന്ദുത്വം എന്ന് മാത്രം വിശേഷിപ്പിച്ചാൽ പോരാ. അതിനെ നിസ്തുല ഹെർബർ എന്ന ഇന്ത്യയിൽ അറിയപ്പെടുന്ന പത്രപ്രവർത്തക, ഹിന്ദുവിൻ്റെ പൊളിറ്റിക്കൽ എഡിറ്റർ വിശേഷിപ്പിക്കുന്നത് കോമ്പറ്റിറ്റീവ് ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ആശയമായിട്ടാണ്. അഥവാ മത്സരാധിഷ്ഠിതമായ ഹിന്ദുത്വ ആശയത്തിൻ്റെ ആൾരൂപമാണ് യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാൾ. നോക്കൂ, അരവിന്ദ് കെജ്രിവാൾ സംസാരിക്കുമ്പോഴെല്ലാം ഒരുപക്ഷെ ഒരു BJP നേതാവ് സംസാരിക്കുന്നത് പോലെ അനുഭവപ്പെട്ടേക്കാം. ഈ ഇന്ത്യയുടെ സാമ്പത്തിക പ്രതിസന്ധി മാറണമെങ്കിൽ കറൻസിക്കുള്ളിൽ ഗണപതിയുടെയും ലക്ഷ്മിയുടെയും ചിത്രം വയ്ക്കണം എന്ന് പറഞ്ഞത് ഇതേ അരവിന്ദ് കെജ്രിവാളാണ്. രാമനു പകരം ഹനുമാൻ ചാലീസ ചൊല്ലിപ്പോകുന്നതും ഇതേ അരവിന്ദ് കെജ്രിവാളാണ്. രാമക്ഷേത്രത്തെ അനുകൂലിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ, ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്തതിനെ അനുകൂലിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ, കാസ്റ്റ് സെൻസസിനെ എതിർക്കുന്ന അരവിന്ദ് കെജ്രിവാൾ. എന്തിനേറെ 2006 20 കേന്ദ്ര സർവകലാശാലകൾക്ക് 27% OBC സംവരണം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അന്നതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്ന യൂത്ത് ഫോർ ഇക്വാലിറ്റി എന്ന് പറയുന്ന സംവരണ വിരുദ്ധരായ കൂട്ടത്തിലും ഈ അരവിന്ദ് കെജ്രിവാൾ ഉണ്ട്. അപ്പോൾ കോമ്പറ്റിറ്റീവ് ഹിന്ദുത്വയുടെ എല്ലാ ലക്ഷണങ്ങളുമുള്ള ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അതിൻ്റെ ലക്ഷണമൊത്ത നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന കാര്യത്തിൽ നിസ്തുല ഹെബറിനെ പോലെ എനിക്കും യാതൊരു സംശയവുമില്ല. അതൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. അവിടെ മോദിയുടെ എക്സ്ട്രീമിസത്തിലേക്കല്ല അരവിന്ദ് കെജ്രിവാൾ പോകുന്നത്. മൃദു ഹിന്ദുത്വത്തിൻ്റെ, കോമ്പറ്റിറ്റീവ് ഹിന്ദുത്വത്തിൻ്റെ, മത്സരാധിഷ്ഠിത ഹിന്ദുത്വത്തിൻ്റെ ആശയങ്ങളിൽ ഊന്നിയാണ് അരവിന്ദ് കെജ്രിവാൾ BJP വിതച്ചിരിക്കുന്ന പാഠങ്ങളിലെല്ലാം പുതിയ വിളവിറക്കാൻ പോകുന്നത്. സ്വാഭാവികമായും ആ ഫലഭൂഷ്ടമായ മണ്ണ് ഏതാണെന്ന് അരവിന്ദ് കെജ്രിവാൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കോമ്പറ്റിറ്റീവ് ഹിന്ദുത്വ എന്നുള്ളത് BJPയുടെ ഒരു ഭീഷണിയായ ഒരു ആശയമാണ്. നമ്പർ 2, അരവിന്ദ് കെജ്രിവാൾ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. നമ്മൾ സാധാരണ ഞാൻ പറയാറുള്ളത് രാമൻ റൊട്ടി, അതാണ് നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരുമ്പോൾ മുന്നിലേക്ക് വെച്ചിരിക്കുന്ന രാഷ്ട്രീയമായ ചിന്താ പദ്ധതി. എന്നാൽ രാമൻ റൊട്ടി എന്ന് പറയുന്ന പദ്ധതിയെ റീബ്രാൻഡിങ് ചെയ്യുകയാണ് അരവിന്ദ് കെജ്രിവാൾ കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട്. രാമന് പകരം ഹനുമാനെ കൊണ്ടുവരുന്നു, ഒപ്പം തന്നെ അഥവാ ബജ്രംഗബലിയെ കൊണ്ടുവരുന്നു. ബജ്രംഗബലി ബ്രെഡ് പൊളിറ്റിക്സ് ആണ് അരവിന്ദ് കെജ്രിവാൾ. ഒരു ഭാഗത്ത് രാം റൊട്ടി പൊളിറ്റിക്സ് ആണ് നരേന്ദ്രമോദിയുടേതെങ്കിൽ ബജ്രംഗബലി ബ്രെഡ് പൊളിറ്റിക്സ് ആണ് അരവിന്ദ് കെജ്രിവാൾ കൊണ്ടുവരുന്നത്. അവിടെ കൊണ്ടും തീരുന്നില്ല. സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടുന്ന മൊഹല്ല ക്ലിനിക്കുകളാണെങ്കിലും സ്കൂളുകളാണെങ്കിലും
അപ്പോൾ NDAയും ഇന്ത്യ മുന്നണിയിലെ തന്നെ കോൺഗ്രസും അഥവാ UPAയും ഉപേക്ഷിച്ച വെൽഫെയർ പൊളിറ്റിക്സ് ജനക്ഷേമ രാഷ്ട്രീയത്തെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തുകയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൃദുഹിന്ദുത്വത്തിന്റെ രാഷ്ട്രീയത്തെ ഫലപ്രദമായി എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ലീഡർ എന്ന നിലയിൽ കൂടിയാണ്. അപ്പോൾ നമ്പർ 2 ജനക്ഷേമ രാഷ്ട്രീയം, ഒപ്പം തന്നെ മൃദുഹിന്ദുത്വ. ആൻഡ് നമ്പർ 3 ഒരു ഇമേജാണ് നമ്മൾ നരേന്ദ്രമോദിക്ക് കൊടുക്കുന്നത്. ഇതിനെ നമ്മൾ പ്രചരണവേല ടെക്നിക്കിൽ പ്ലെയിൻ ഫോക്സ് എന്ന് പറയും, അഥവാ തുല്യത നടിക്കൽ. സാധാരണക്കാരായ ആളുകൾക്ക് റിലേറ്റ് ചെയ്യുന്ന ഒരു നേതാവാണ് ഞങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞാലാണ് സ്വാഭാവികമായും ഇന്ത്യയിലെ ജനങ്ങളൊപ്പം നിൽക്കുക. അതാണ് ചായ്വാല എന്ന ഒരു പൊളിറ്റിക്കൽ ഇമേജിലൂടെ, ഒരു ബ്രാൻഡിംഗ് ഇമേജിലൂടെ നരേന്ദ്രമോദിക്ക് സാധിച്ചത്. മറുഭാഗത്ത് ആം ആദ്മി പാർട്ടിയും ചൂലുമായി തന്റെ രാഷ്ട്രീയത്തിന്റെ തന്നെ പ്ലെയിൻ ഫോക്സ് എന്ന് പറയുന്ന ആശയ സിദ്ധാന്തത്തെ ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനും സാധിച്ചെടുക്കാനായി. ഇതാ ഖരഗ്പൂർ IITയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി IRSൽ ഉയർന്ന ഉദ്യോഗസ്ഥനായി കോടികൾ സമ്പാദിക്കാമായിരുന്ന സ്വകാര്യ ജോലികൾ ഉപേക്ഷിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി സേവിക്കുന്ന ഒരു ബ്യൂറോക്രാറ്റ് എന്ന നിലയിൽ, ഒരു ടെക്നോക്രാറ്റ് എന്ന നിലയിൽ അരവിന്ദ് കെജ്രിവാൾ നിൽക്കുന്നു. ഇതൊരു പ്ലെയിൻ ഫോക്കാണ്, അഥവാ തുല്യത നടിക്കൽ. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, ഇതിനോടൊപ്പമാണ് അധികാരത്തോട് അകലം പാലിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഐഡിയലിസത്തിന്റെ ഇമേജ്. കോമ്പറ്റീറ്റീവ് ഹിന്ദുത്വത്തിന്റെ, വെൽഫെയർ രാഷ്ട്രീയം അഥവാ ജനക്ഷേമ രാഷ്ട്രീയത്തിന്റെ, നമ്പർ 3 പ്ലെയിൻ ഫോക്സിലൂടെ സാധാരണക്കാരിലേക്ക് എത്തുന്ന ആം ആദ്മി പൊളിറ്റിക്സിന്റെ, നമ്പർ 4 നാലാമത്തെ പ്രധാനപ്പെട്ട ഘടകം. 1900 പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും, 2013 ഡൽഹിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അന്ന് ഓംബുഡ്സ്മാൻ ബിൽ അവതരിപ്പിച്ചുകൊണ്ട് നിയമസഭയിൽ നടത്തിയ വൈകാരികമായ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിന്റെ ഒടുവിൽ അന്ന് കോൺഗ്രസ് അംഗങ്ങൾ ഓംബുഡ്സ്മാൻ ബില്ലിനെ പിന്തുണയ്ക്കാത്തത് കൊണ്ട് അത് കീറി എറിയുമ്പോൾ 49 ദിവസത്തെ അധികാരം അവസാനിപ്പിച്ച് അരവിന്ദ് കെജ്രിവാൾ പുറത്തേക്ക് വരുന്നുണ്ട് ഡൽഹി നിയമസഭയുടെ. എന്ന് പറഞ്ഞാൽ 49 ദിവസത്തെ അധികാരം മാത്രമുണ്ടായിരുന്ന അരവിന്ദ് കെജ്രിവാൾ തിരിച്ച് പൂർണ്ണ വിജയശ്രീലാളിതനായി തിരിച്ച് ഡൽഹി നിയമസഭയിലേക്ക് എത്തുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ഐഡിയലിസത്തിനെ അല്ലെങ്കിൽ ഐഡിയലിസ്റ്റ് നേതാവിനെ ഇന്ത്യ അതുവരെ പരിചയിച്ചിട്ടില്ല. അധികാരത്തോട് അകലം പാലിച്ചു നിൽക്കുന്ന ഒരു നേതാവ് എന്നൊരു ഇമേജാണ് അരവിന്ദ് കെജ്രിവാളിന് ആ 2013 സമ്മാനിക്കുന്നത്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഐഡിയലിസത്തിൻ്റെതായ സ്ട്രാറ്റജി അരവിന്ദ് കെജ്രിവാളിലുണ്ട്. ഇനി അഞ്ചാമത്തേത് BJP ഇതിനും അപ്പുറം നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഇമേജ് അരവിന്ദ് കെജ്രിവാളിന് കൊടുക്കുന്നു. അതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പൊളിറ്റിക്കൽ വിക്ടിം, ഒരു രാഷ്ട്രീയ ഇരയാക്കി മാറ്റപ്പെട്ടിരിക്കുന്നു. രക്തസാക്ഷി പരിവേഷം കൊടുക്കുന്നു അരവിന്ദ് കെജ്രിവാളിന്. അപ്പോൾ ഈ 5 പ്രധാനപ്പെട്ട ഘടകങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് ഇന്ത്യ നയിക്കുന്ന ഇന്ത്യ മുന്നണി നേതാക്കളിൽ നിന്ന് ഏറ്റവും കരുത്തുള്ള നേതാവാക്കി മാറ്റുന്നു, അഥവാ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിർണായകമായിട്ടുള്ള പ്ലെയറായിട്ട് മാറുകയും ചെയ്യുന്നു. ഇനി ഇതിന്റെ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ എന്താണ് എന്ന് കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നോക്കൂ, ഈ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ അതിന് അല്പം വിയോജിച്ചുകൊണ്ട് ചേർക്കുകയോ ചെയ്താൽ അരവിന്ദ് കെജ്രിവാളിനെ ഭയക്കുന്നത് വോട്ട് ശതമാനത്തിന്റെ വർധനവ് മാത്രം കണ്ടുകൊണ്ടല്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പകരം അരവിന്ദ് കെജ്രിവാൾ ഒരു കോംപ്രമൈസിംഗ് കാൻഡിഡേറ്റ് ആണ് എന്ന് BJP ധരിക്കുന്നു. എങ്ങനെ? ഡൽഹിയിൽ അസാധ്യമായിരുന്ന കൂട്ടുകെട്ട് സാധ്യമാക്കിയെടുത്തു കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും. ഇനി ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായാൽ 22 സീറ്റുകളിൽ മത്സരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിക്ക് 12 സീറ്റുകളെങ്കിലും വിജയിക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി എതിർക്കാൻ മറുഭാഗത്ത് മമതാ ബാനർജിയോ അതല്ലെങ്കിൽ ഇടതുമുന്നണിയിലെ നേതാക്കളോ എത്തിയാൽ ആ സമയത്തൊരു കൺസീലിയേഷൻ കാൻഡിഡേറ്റ് ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള പൊട്ടൻഷ്യലുള്ള ഒരു കാൻഡിഡേറ്റായി അരവിന്ദ് കെജ്രിവാളിനെ BJP ഭയക്കുന്നു. ഒരു തർക്കമുണ്ടായാൽ അരവിന്ദ് കെജ്രിവാളിനെ പ്രൊജക്ട് ചെയ്ത് പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് വെച്ചാൽ BJPയുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അതുവരെ കൊണ്ടുവന്ന ആശയങ്ങളെല്ലാം അരവിന്ദ് കെജ്രിവാളിന് സ്വാഭാവികമായിട്ടും നടപ്പിലാക്കാൻ സാധിക്കും. ആ അരവിന്ദ് കെജ്രിവാളിന് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 50 അടിക്കാൻ നിന്ന ഒരു ബാറ്റ്സ്മാന് ഡബിൾ സെഞ്ചുറി അടിക്കാനുള്ള മോശം ബൗളിംഗ് എന്ന രീതിയിൽ തന്നെയാണ് ഞാനിതിനെ കാണുക. മാത്രവുമല്ല, ഇനി വരാൻ പോകുന്ന 4 ഘട്ടം തെരഞ്ഞെടുപ്പിൽ 3 ഘട്ടം നിർണായകമാണ്. 25-ാം തീയതി നടക്കാൻ പോകുന്ന ഡൽഹിയിൽ 4 ഇടങ്ങളിൽ മത്സരിക്കുന്നു ആം ആദ്മി പാർട്ടി. ഹരിയാനയിൽ കുരുക്ഷേത്രയിൽ മത്സരിക്കുന്നു. ജൂൺ 1-ാം തീയതി പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 13 ഇടങ്ങളിലാണ് ആം ആദ്മി പാർട്ടി മത്സരിക്കാൻ പോകുന്നത്. സ്വാഭാവികമായും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓരോ മണ്ഡലങ്ങളിലേക്കും ഇനി ആം ആദ്മി പാർട്ടിയുടെ വികാരമായി അരവിന്ദ് കെജ്രിവാൾ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിന് രാഷ്ട്രീയ പിന്തുണയായിരുന്നു. അഥവാ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മോദിയുടെ ഏറ്റവും വലിയ ബ്ലണ്ടർ ആയിരുന്നു ഈ കഴിഞ്ഞ മാർച്ച് മാസം 21-ാം തീയതിയുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്. ആ അറസ്റ്റിന് കനത്ത വില നൽകേണ്ടി വരും NDA എന്ന കാര്യത്തിൽ സംശയമില്ല. Meet the editors.